റേഡിയോ ലൈവ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് യു കെയുമായിട്ട് കൂടെയുള്ളത് RJ നീലിമയും. ഇറ്റ്സ് ടൈം ഫോർ ഗുഡ് മോർണിംഗ് യു കെയിൽ ഇനി എന്ന് സ്വന്തം നീലിമ. യെസ്, എന്ന് സ്വന്തം നീലിമ. സോ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ വലിയ കോട്ടുകളല്ല പറയുന്നത്, ചില വാക്കുകളാണ്. ആ വാക്കുകൾക്ക് നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ എൻ്റെ വാക്കാണ് യാത്ര. യാത്രകൾ ഇഷ്ടമില്ലാത്ത ആരുണ്ടല്ലേ? എല്ലാവർക്കും യാത്ര ഇഷ്ടമാണ്, യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ ഒരു ഇക്കണോമിക്കൽ സ്റ്റേറ്റസ്, നമ്മുടെ പോക്കറ്റിന്റെ കനം നമ്മൾ വിചാരിക്കുന്ന പോലെ, നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ നമ്മളെ യാത്രകൾ ചെയ്യാൻ അനുവദിക്കാറില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേങ്കിൽ യാത്രകൾ എപ്പോഴും നല്ലതാണ്. ഈ ഓരോ യാത്രകളും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. ആക്ച്വലി നമ്മുടെ ലൈഫിൽ ഈ യാത്രകൾ ഭയങ്കര നമ്മളെ ഒരുപാട് മാറ്റം. പ്രത്യേകിച്ച് സോളോ ട്രിപ്പ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട്, ആൾക്ക് അധികം പ്രായമൊന്നുമില്ല, ഒരു ചെറുപ്പക്കാരനാണ്, സോളോ ട്രിപ്പ് മൂന്നാർ പോയി. അപ്പം ഇങ്ങനെ ട്രിപ്പ് പോകുന്നു എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് വിശേഷങ്ങൾ പറയാറുണ്ട്. പിന്നെയാണ് ആൾ പറഞ്ഞത് സോളോ ട്രിപ്പ്. അപ്പം എന്നെപ്പോലൊരു വ്യക്തിക്ക് എപ്പോഴും ആളുകളുമായിട്ട് ചുറ്റപ്പെട്ടിരിക്കണം, ആൾക്കാരിൽ നിന്നുള്ള എനർജിയാണ് എൻ്റെ എനർജി എന്ന് വിചാരിക്കുന്ന എന്നെപ്പോലൊരു വ്യക്തിക്ക് സോളോ ട്രിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചിന്തകൾക്ക് അതീതമായിരിക്കും. പക്ഷേ എൻ്റെ ആ ഒരു കംഫർട്ട് സോൺ പൊളിച്ച് പുറത്തു വരുമ്പോഴായിരിക്കും ഞാൻ അതിൻ്റെ ഒരു മാജിക് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ സോളോ ട്രിപ്പൊക്കെ പോയിട്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, യാത്രകൾ ചെയ്യുമ്പോഴാണ് നമ്മളൊരു മനുഷ്യനായി വളരുന്നത് എന്നുള്ളത്, അല്ലേ? അപ്പം അതുകൊണ്ട് ഇച്ചിരി പൈസ മിച്ചം പിടിച്ചാണെങ്കിലും ചെറുതാണെങ്കിലും ഉള്ള യാത്രകൾ ആരും മുടക്കരുത്. യാത്രകൾ ചെയ്യാൻ ഇൻസ്റ്റഗ്രാം ഒക്കെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ തരാറുണ്ട് കേട്ടോ, ബാക്കിയുള്ളവർ ചെയ്യുന്ന യാത്രകൾ കണ്ടിട്ടാണെങ്കിൽ പോലും. അപ്പോൾ ഇത്തരത്തിലുള്ള യാത്രകളൊക്കെ നടക്കട്ടെ. ഇതിപ്പോൾ ഫോൾ സീസണാണ്, ഇതിപ്പോൾ ഈ ഒരു ക്രിസ്മസ് സീസണാണ്. വിൻ്റർ അങ്ങനെ കൊടുമുടിയിലെത്തുമ്പോൾ നല്ല രീതിയിലുള്ള യാത്രകൾ ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെയും പിടിച്ചിട്ടുള്ള യാത്രകളാണെങ്കിലും ഒറ്റയ്ക്കുള്ള യാത്രകളാണെങ്കിലും യാത്ര പ്ലാൻ ചെയ്യുന്ന യാത്രകളൊക്കെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തു വരട്ടെ. അതൊക്കെ സാധ്യമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയുന്ന സമയമായി. നാളെ രാവിലെ 8 മണിക്ക് ഒരുപാട് സിനിമാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാമെന്ന് ശുഭപ്രതീക്ഷയും. ദിസ് ഇസ് RJ നീലിമ സൈനിങ് ഓഫ്. റേഡിയോ ലൈവ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കൂ റേഡിയോ ലൈവിൽ ഗുഡ് മോർണിംഗ് യു കെ വിത്ത് RJ നീലിമ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8 മണി മുതൽ 10 മണി വരെ. റേഡിയോ ലൈവ്, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ്സിൻ വേറെ ലെവൽ.